രമേശ്, Yes, sir. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തില്ലേ? ഓക്കെ സാർ. ഓക്കെ. ഡാഡ് ഓഫീസിലേക്ക് വന്നോണ്ടിരിക്കുക. ഓ സോറി സണ്ണി, ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഡാഡ് ഗോയിങ് അബ്രോഡ്? യെസ് സണ്ണി, നമ്മുടെ പുതിയ കമ്പനി ആരംഭിച്ചില്ലേ, അതിന്റെ ബോർഡ് മീറ്റിംഗിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഡാഡ് മറന്നുപോയല്ലേ, നാളെ എസ്റ്റേറ്റില് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. വി ഹാവ് ടു ബി ദെയർ. അത് ഓർമ്മപ്പെടുത്താനായിട്ട് മാനേജറെ ഫോൺ ചെയ്തായിരുന്നല്ലോ. ഓ സോറി സോറി സണ്ണി, നിന്റെ അമ്മയ്ക്ക് എന്നെ പറ്റി നന്നായിട്ടറിയാം. ഞാനില്ലാത്തത് കൊണ്ട് അവര് വിഷമിക്കില്ല. പക്ഷെ നീ അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നീ എന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ജീവനാ, അതുകൊണ്ട് നീ മിസ് ചെയ്യാതെ. Yes, Dad. She was the best mom. എനിവേ സോറി സണ്ണി, ഞാനും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. It's okay, Dad. ഞാൻ നോക്കിക്കോളാം. ഓക്കെ സണ്ണി, ബൈ. മാനേജർ സാറേ, നാളെയാണ് ചടങ്ങെന്ന കാര്യം നിങ്ങൾ പറഞ്ഞതല്ലേ? ദൈവമേ, പറഞ്ഞതല്ലേടാ നിന്നോട്. ശരിയായിട്ട് പറഞ്ഞോ ഇല്ലയോ? അവസാനം എന്റെ തലയാ പോകുന്നത്. ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം അവസാനം മൊത്തം വേസ്റ്റ് ആവും. ഈ വീട്ടിലെ എല്ലാരും ഇങ്ങനെ തന്നെയാ. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ഫോട്ടോ തന്നെയാ. അയ്യരേ, ഇത് വലിയ അത്ഭുതമാണല്ലോ. ഫോട്ടോ എവിടെയെങ്കിലും സംസാരിക്കാറുണ്ടോ? ഇല്ല അടിക്കും. മുതലാളി വന്നു കഴിഞ്ഞു. എന്റെ സാറേ ഒന്ന് വിട്. എന്താ മോനെ ഇതൊക്കെ? തുണിയാക്കെ നനഞ്ഞിരിക്കുന്നല്ലോ, എന്നെ നനച്ചു കളഞ്ഞല്ലോ. അങ്ങനെയാണോ? എന്നാ പിന്നെ ഫുള്ളായിട്ടൊക്കെ നനഞ്ഞാൽ. അയ്യരേ, നാളെ എങ്ങനെയുണ്ട്? കാർത്തി, അങ്കിൾ കാർത്തി, എന്താടാ ഇത് കൊച്ചു പിള്ളേരെ പോലെ വെള്ളത്തിൽ കളിക്കണേ? അങ്കിൾ, ഞങ്ങളിവിടെ ആനന്ദിക്കല്ലേ. ഹൈറോഡ് ചോദിച്ചു നോക്കി. ആ അതെ അതെ, നീ മിണ്ടായിരിയടാ. കാർത്തി, എന്താടാ താമസിച്ചേ? അയ്യോ, അത് വലിയൊരു കഥയാ. അകത്തുനിന്ന് ഇരിക്കുന്നേ. ഞാനോ? എന്താന്നേ പറഞ്ഞോണ്ടിരിക്കുന്നു? വന്നിരിക്കുന്നേ. ശരി ശരി, വരാൻ മോനെ. വാ ഇങ്ങോട്ട്. വാ 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 വാ, ദേ ഇവിടെ വന്നിരുന്നേ. ഇതൊന്നും വല്ല പാർക്കുവാണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ആ, എന്താ സംഭവം എന്ന് വെച്ചാലേ, ഞാൻ കാറിൽ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയായിരുന്നു. എന്താടാ ടൈഗർ, നീ എന്നോടാണോ ബെറ്റ് വെക്കുന്നേ? 5 മിനിറ്റിൽ വീട്ടിൽ നിന്ന് ഇവിടം വരെ എത്തിയത് എങ്ങനെയാന്ന് നീ കണ്ടില്ലേ? നടന്നോ നടന്നോ, എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിത്തരാം. എനിക്ക് വേണ്ടില്ല. എനിക്ക് ചോക്ലേറ്റ്. എനിക്ക് പിസ്ത. എനിക്ക് ഓറഞ്ച്. നിനക്ക്? എനിക്ക് ഫാമിലി പാക്ക്. നടക്ക് നടക്ക്, പോ പോ, വാ വാ വാ. ഒരു 2 മിനിറ്റും കൂടെ ഒരു പെണ്ണിനെ വെള്ളത്തിൽ മുക്കി പിടിക്കാൻ പറ്റില്ലേ? മുഖം കണ്ടില്ലേ? നിന്നെയൊക്കെ പോടാ. ഒരാണാണ് പോലും കണ്ടാലും മതിയാണ്. സാറേ, എനിക്കിതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് വേറൊന്നുമല്ല, ഈ പെൺകുട്ടികള് പയ്യന്മാരുടെ കാതില് മുല്ലപ്പൂവ്, ജമന്തിപ്പൂവ് ഇങ്ങനെയൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ സാറിന് അവള് താമരപ്പൂ വെച്ചത് വളരെ പുതുമയായിട്ടാ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സാറ് ആളൊരു ഭാഗ്യവാൻ തന്നെയാ. പറഞ്ഞത് ശരിയാ. ഒരു അവസരം കൊടുത്താലേ പെണ്ണുങ്ങളെ ആണുങ്ങളുടെ കാതിൽ ചെമ്പരത്തി പോച്ച് കളയും. പാവ ആണുങ്ങളാണെ പെണ്ണുങ്ങൾക്ക് വേണ്ടി താജ്മഹലൊക്കെ അവരെ കെട്ടിവെക്കുന്നുണ്ട്.
ആണുങ്ങളുടെ ചെവിയിൽ പെണ്ണുങ്ങൾ പൂ വയ്ക്കുന്നതിന് പോയി കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിന്നെ പോലുള്ള ആളുകള് അതെന്തോ ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങള് ഭയങ്കര ഭാഗ്യശാലിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്കിൾ, കാർ എത്രയും പെട്ടെന്ന് ശരിയാക്കി വെക്കണേ, എനിക്ക് രാവിലെ പോകാനുള്ളത്. എന്താ മോനെ, നീ ഇപ്പൊ തന്നെ വന്നല്ലേ ഉള്ളൂ, അതിനു മുമ്പേ പോണോന്ന് പറഞ്ഞാ എങ്ങനെയാ? നീ വരണ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങള് 365 ദിവസവും കാത്തുകൊണ്ടിരിക്കുക ഇവിടെ. എപ്പ നീ തിരിച്ചു വരും, എപ്പ നിന്നെ വീണ്ടും കാണാൻ പറ്റുമെന്ന് ഓർത്തുകൊണ്ടേയിരിക്കുക. സാരമില്ല, വിട് കാർത്തിക്. നിനക്ക് ഇതുപോലത്തെ സ്ഥലം ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം മോനെ. അങ്കിൾ ഈ കാര്യത്തിൽ വിഷമമൊന്നും വിചാരിക്കണ്ട. എനിക്കെന്തോ ഈ വീട്ടില് എവിടെ നോക്കിയാലും എന്റെ അമ്മയെ കാണുന്ന പോലെ എന്ന് തോന്നും. ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്റെ അമ്മ ഇപ്പൊ എന്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ കുത്തി വേദനിപ്പിക്കാൻ തുടങ്ങും. എന്റെ അമ്മയില്ലെന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടമല്ല അങ്കിൾ. അങ്കിൾ ഫുഡ് എടുത്ത് കഴിക്കുന്നേ. ചേച്ചി, ചേച്ചിയുടെ വീട്ടിലെ തൈര് സാധ സൂപ്പർ. ടൈഗറിന്റെ വീട്ടിലെ ബോണ്ടയും അടിപൊളിയായിരുന്നു. ഇനി മുതൽ എല്ലാരും വരുമ്പോ ഇത്തിരി കൂടുതൽ കൊണ്ടുവരണം. ഇവിടെ നോക്ക്, പൂവ്, മഞ്ഞള്, കുങ്കുമം ഇതൊക്കെ വെള്ളത്തിൽ ഒഴുകി വരുന്നു. ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളൊക്കെ പൂവും മഞ്ഞളും കുങ്കുമവും ഒക്കെ മറന്നല്ലേ ജീവിക്കുന്നേ. അതൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളത്തിൽ ഒഴുക്കി വിടുന്നത്. ഏയ് പോടാ. അതാരോ ഒഴുക്കി വിട്ടെന്ന് അറിയില്ലല്ലോ ചേച്ചി, പിന്നെ ഇതിന് നെറ്റി തൊടുന്നേ. ഇതിപ്പോ ആരയച്ചതാണെങ്കിലും ശരി, ഒരു പെണ്ണിന് പൂവും മഞ്ഞളും കുങ്കുമവും ഒക്കെ ഏത് വഴിയിൽ വന്നാലും നല്ലത് തന്നെ. കാണാൻ എങ്ങനെയുണ്ടടാ? ശരിക്കും ഭദ്രകാളിയെ പോലെ ഉണ്ട് ചേച്ചി. താലിയോ? ഇതെന്നാടാ താലി? ചേച്ചി അത് കളഞ്ഞേക്ക് ചേച്ചി. കൈ കിട്ടിയത് കളയാൻ പോവാണോ? വേറെന്താടാ ചെയ്യാൻ പറ്റുക? അല്ല, ഒരു 4 വർഷം കൂടെ വെയിറ്റ് ചെയ്യാണെങ്കിൽ, കാത്തിരിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ കെട്ടിത്തരാലോ. ഇവിടെ നിന്ന് എന്താ നിനക്ക്? ഇന്ന് ചേട്ടൻ നല്ല സന്തോഷത്തിലാണല്ലോ. ഞാൻ സന്തോഷായിട്ടിരിക്കാന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? സന്തോഷാണെങ്കിലും ദുഃഖാണെങ്കിലും ചേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുവരില്ലേ? ഈ സ്ഥലം നമ്മുടെ സന്തോഷത്തിനും ദുഃഖത്തിനും സാക്ഷ്യം വഹിക്കുന്നതല്ലേ. അതിരിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. കണ്ണടയ്ക്ക്. കണ്ണ് തുറക്കരുത്. ഇപ്പൊ കണ്ണു തുറന്നേ. തുറക്കട്ടെ. അമ്മേ, ദീപു, വാ 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 വാ. നോക്കി നോക്കി നോക്കി. എന്താ ഭാര്യ ഭർത്താവും വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ ഇത്? ഇത് ചെറുതാണല്ലോ. ഇതൊന്നും എനിക്ക് പാകാവില്ല. ഇത് നിനക്കല്ല മോളെ. എനിക്കല്ലെന്നോ? പിന്നെ വേറെ ആർക്കാ? ഞങ്ങളുടെ പേരക്കുട്ടിക്ക്. ഓ, നിങ്ങളുടെ പേരക്കുട്ടികൾക്കാ? പേരക്കുട്ടികൾക്കോ? സ്ഥലം വാങ്ങുന്നതിന് മുന്നേ ഗൃഹപ്രവേശനം നടത്തുന്നത് മാറ്റി ഇന്ന് മുതല് മോളുടെ കല്യാണത്തിന് മുന്നേ പേരക്കുട്ടികൾക്ക് വള വാങ്ങുന്നതായി മാറ്റേണ്ടി വരും.
വന്ന് ഇവളുടെ കുസൃതി കൂടിയിട്ടുണ്ട്. എന്താടി ഇത്? ഏതോ മാര്യമ്മയെ പോലെ ഉണ്ടല്ലോ, നെറ്റിയില് കുങ്കുമം മഞ്ഞളൊക്കെ. ഓ ഇതാണോ? ആ ഇന്ന് ബസ് മിസ്സായി. കോളേജ് ബങ്ക് ചെയ്തിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ആറ്റിന്ന് വെള്ളം കുടിക്കുമ്പോ ഇതൊക്കെ പുഴയിലൂടെ ഒഴുകി വരുമായിരുന്നു. വല്ല പ്രസാദമായിരിക്കും കരുതി ഇതെല്ലാം തലയിൽ വെച്ചതാ. അമ്മേ, എനിക്ക് ഇതിന്റെ കൂടെ ഒരു താലിയും കിട്ടി. താലിയോ? ആ ആ താലി എന്താ നീ ചെയ്തേ? കളഞ്ഞോ നീ അത്? ഇല്ല, അമ്പലത്തിനടുത്തുള്ള ഒരു മരത്തിൽ കെട്ടിവെച്ചു.